വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോൾക്കും തിമിരായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് മോളെ ഏത് ഹോസ്പിറ്റലിൽ കാണിച്ചെന്നും അപ്പോൾ മോളെ കോങ്കണ്ണ് എങ്ങനെ മാറിയത് എന്നുള്ളതൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനൊരു വീഡിയോ എനിക്ക് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഒരുപാട് പേര് എനിക്ക് ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ നമ്പർ വരെ കണ്ടുപിടിച്ചിട്ട് എനിക്ക് വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് എന്തുകൊണ്ട് നന്നായിരിക്കും. കാരണം ഞാനും ഇതേപോലെ ഒരു സമയത്ത് ഇതേപോലെ ഞാൻ അന്വേഷിച്ച് നടന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ടെൻഷനും വെപ്രാളവും എത്രത്തോളം ആയിരിക്കും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫാമിലി ഇതേപോലെ ആർക്കെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഇതേപോലെ ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ആക്കി കൊടുക്കുക. അവർക്ക് നല്ല രീതിയിൽ അവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് 3 കാര്യങ്ങളാണ് കേട്ടോ. ഞാൻ കുറച്ച് പാർട്ട് 1 പാർട്ടായിട്ടാണ് ഇടുന്നത്. കാരണം എൻ്റെ ഫോൺ ചത്തിരിക്കുകയാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ എനിക്ക് അത്രയും ലോങ് വീഡിയോ എടുക്കാനുള്ള ഒരു സ്പേസ് എൻ്റെ കയ്യിലില്ല. അതുകൊണ്ടാണ് ഞാൻ കേട്ടോ പാർട്ട് 1 പാർട്ടായിട്ട് ഇടുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് എൻ്റെ മോൾക്ക് ഈ ഒരു തിമിരം വന്നിട്ടുള്ളത്, പിന്നെ ഏതൊക്കെ രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് ഇത് വരാം, അപ്പോൾ എങ്ങനെയാണ് എൻ്റെ മോളുടെ തിമിരം നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. ഏതൊക്കെ രീതിയിലാണ് കുഞ്ഞുങ്ങൾക്ക് ഇത് വരാൻ നോക്കിയാലോ. ഒന്നാമത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലഡ് റിലേഷൻഷിപ്പിൽ നമ്മൾ മാരേജ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വരാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തത് നിങ്ങളുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിലോ എങ്കിലും ചെറുപ്പത്തിൽ ഇതേപോലെ ഒരു തിമിരം വന്നിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പ്രഗ്നൻസി ടൈമിൽ നമുക്ക് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് മൂലം കുഞ്ഞുങ്ങൾക്ക് ഇത് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഏതൊക്കെ ഇൻഫെക്ഷൻസ് എന്ന് വെച്ചാൽ പ്രഗ്നൻസി ടൈമിൽ നമുക്ക് റുബല്ല ഇൻഫെക്ഷൻ, രണ്ടാമത്തത് ചിക്കൻ ബോക്സ്, മൂന്നാമത്തത് ഹെർപക്സ്, അങ്ങനെ എന്തോന്നാണ് കേട്ടോ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത്. എനിക്ക് കറക്റ്റ് അറിയത്തില്ല അതെന്താണെന്ന്. അപ്പോൾ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്ക്. അപ്പോൾ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ കുഞ്ഞിന് തിമിരം വരാനുള്ള സാധ്യത കൂടുതലാണ്. തിമിരം മാത്രമല്ല കേട്ടോ ഇത് ബാധിക്കുന്നത്. ചിലപ്പം കേൾവിയെ ബാധിക്കാം, ഹാർട്ടിനെ ബാധിക്കാം, അല്ലെങ്കിൽ ഒരേ സമയം തന്നെ കണ്ണിനെയും ഹാർട്ടിനെയൊക്കെ ബാധിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ മോൾക്ക് ഇത് വന്നിട്ടുള്ളത് റുബല്ല ഇൻഫെക്ഷനാണ്. അപ്പോൾ നമ്മളിത് എങ്ങനെ വന്നതെന്നുള്ള ടെസ്റ്റ് ചെയ്തത് നമ്മൾ കോഴിക്കോടുള്ള ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ വെച്ചാണ് കേട്ടോ നമ്മളിത് ടെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിലൂടെയാണ് നമ്മൾ റുബല്ല ഇൻഫെക്ഷൻ കാരണമാണ് കുഞ്ഞിനിത് വന്നിട്ടുള്ളതെന്ന് അറിഞ്ഞത്. അപ്പോൾ എനിക്ക് പ്രഗ്നൻസി ടൈമിൽ ഉണ്ടായിട്ടുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ എൻ്റെ ബോഡിയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് റെഡ് കളറിൽ ഡോട്ട് അത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെറിയ രീതിക്ക് എനിക്ക് ചൊറിച്ചിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതേ സമയത്ത് തന്നെ എനിക്ക് നല്ല രീതിക്ക് പനി ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ നമ്മൾ വിളിച്ച് ചോദിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പനിക്കുള്ള മെഡിസിൻ തന്നു. അപ്പോൾ കയ്യിലുള്ള ഡോട്ട് കുഴപ്പമില്ല, അതൊക്കെ ഉണ്ടാവും എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളത് കാര്യമാക്കി എടുത്തില്ല. അപ്പോൾ നമുക്ക് അറിയത്തില്ലല്ലോ റുബല്ല ആണ് അതിൻ്റെ ആണെന്നൊന്നും നമുക്ക് ഒന്നും അറിയത്തില്ല. അപ്പം പനി കുറവില്ലെങ്കിൽ കാണിക്കാൻ ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് മരുന്ന് കുടിച്ചപ്പം എനിക്ക് പനി നല്ല രീതിക്ക് കുറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ കാണിക്കാൻ പോയിട്ടില്ല. അപ്പോൾ അതേ സമയത്ത് തന്നെയായിരുന്നു എനിക്ക് കൊറോണയും വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ച് വെച്ചേക്കുന്നത് കൊറോണ കാരണമാണ് കുഞ്ഞിനിത് വന്നിട്ടുള്ളതെന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പം കൊറോണയും ഇതും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഇഷ്യൂ അല്ല, നമുക്ക് റുബല്ല ഇൻഫെക്ഷൻ കാരണമാണ് കുഞ്ഞിനിത് വന്നിട്ടുള്ളത്. കുഞ്ഞിൻ്റെ കണ്ണിൽ തിമിരം എങ്ങനെ കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ അവൾക്ക് ജനിക്കുന്ന സമയത്ത് അവൾ കണ്ണിൽ നമ്മുടെ കൃഷ്ണമണിൻ്റെ അകത്തൊരു വൈറ്റ് കളർ പാട പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ പിക്ചർ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യ, എന്നാലും ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ അങ്ങനെ ഒരു പാടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് വിചാരിച്ചത് നോർമലാണെന്നാണ്. അപ്പോൾ എൻ്റെ ചേച്ചിയുടെ മോൾക്കൊക്കെ അതേപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് നോർമലാണെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അന്നേരം എന്താ അവൾക്ക് കോങ്കണ്ണിൻ്റെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയ സമയത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ അവൾ കോങ്കണ്ണ് പോലെയൊക്കെ കാണിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു, അയ്യോ അവൾ കോങ്കണ്ണ് പോലെയൊക്കെ കാണിക്കുന്നുണ്ടല്ലോ, അവളെ കണ്ണിൽ എന്തൊരു വൈറ്റ് കളർ എന്നൊക്കെ ഞാൻ ചോദിച്ചപ്പം അമ്മ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. ചേച്ചി പറഞ്ഞു ചേച്ചിയുടെ മോൾക്ക് ഇതേപോലെ ഉണ്ടായിരുന്നു, അവൾ കോങ്കണ്ണ് കാണിച്ച് 2 മാസം കഴിഞ്ഞപ്പോൾ ആ കോങ്കണ്ണ് അങ്ങോട്ട് മാറി, നോർമലായിട്ട് മാറി എന്നാണ് അവൾ പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് നോർമലായിരിക്കാം. കാരണം പെട്ടെന്ന് അങ്ങോട്ട് അവൾ വെളിച്ചം കണ്ണിൽ തട്ടിയതിൻ്റെയൊക്കെ ആയിരിക്കും, ഞാൻ അങ്ങനെയൊക്കെയാണ് ചിന്തിച്ച് വെച്ചേക്കണത്. അതുകൊണ്ടായിരിക്കാം എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ പിന്നെ ഒരു 45 ദിവസം കഴിഞ്ഞപ്പോൾ കുഞ്ഞ് നമ്മുടെ മുഖത്ത് നോക്കി ചിരിക്കുന്നില്ല. നോർമലി 45 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ മുഖത്ത് നോക്കി ചിരിക്കാൻ തുടങ്ങും എന്നാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവൾ മുഖത്ത് നോക്കി ചിരിക്കുന്നില്ല. അപ്പോൾ എനിക്ക് ആകെ ഒരു ഡൗട്ടായി,
രാത്രിയൊക്കെ ഇവള് ലൈറ്റിൽ മാത്രമേ നോക്കുന്നുള്ളൂ, നമ്മുടെ മുഖത്തോട്ടൊന്നും നോക്കത്തില്ല. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു കണ്ണിന് തിമിരമുണ്ട്, അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം തിമിരാണെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഷോക്കായിപ്പോയി. കാരണം കുഞ്ഞുങ്ങൾക്ക് തിമിരം വരും എന്നുള്ളത് എനിക്ക് അറിയേയില്ല. വലിയവർക്ക് വരുന്ന കാര്യം അറിയാം, പക്ഷെ കുഞ്ഞുങ്ങൾക്ക് വരുന്നത് എനിക്ക് ഒട്ടും അറിഞ്ഞുകൂടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലാകെ നമ്മൾ ഷോക്കായിപ്പോയി. അങ്ങനെ അവർ കോഴിക്കോടുള്ള കോംട്രസ്റ്റ് ഐ ഹോസ്പിറ്റലിലോട്ട് നമുക്കൊന്ന് റെഫർ ചെയ്ത് തന്നു. നമ്മൾ പിറ്റേന്ന് അവിടെ പോയിട്ട് പിന്നെ അവിടെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. അതിൻ്റെ റിസൾട്ട് നമുക്ക് 2-3 ദിവസം എടുക്കും കേട്ടോ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മളവിടെ പോകുന്നത്. അവിടെ പോയി അവർ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ കുഞ്ഞിന് 2 കണ്ണിന് തിമിരാണ്, വലത് കണ്ണിനാണ് ഏറ്റവും കൂടുതൽ തിമിരുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണമെന്ന് പറഞ്ഞവർ. അപ്പം സർജൻ വേറെ ഏതോ ദിവസം വരുള്ളൂ, അന്ന് നമ്മളടുത്ത് വരാൻ പറഞ്ഞു. അന്ന് വന്നിട്ട് നമുക്ക് എന്നാണ് സർജറി ഡേറ്റ് നമുക്ക് ഫിക്സ് ചെയ്യാം, എത്രയാവും എന്നുള്ളതൊക്കെ നമുക്ക് അന്നേരം നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞു. അന്നേരം തൊട്ട് എനിക്ക് അവിടുന്ന് ചെയ്യാൻ എനിക്ക് ഒട്ടും താല്പര്യം വരുന്നില്ല. കാരണം എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അയ്യോ അവിടുന്ന് ചെയ്യണ്ട. എനിക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് ആവുന്നില്ല അവിടുന്ന്. എൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ചെയ്യണ്ട, അവർ ആദ്യമായിട്ടാണ് ഈ കുഞ്ഞുങ്ങളെ ചെയ്യുന്നത്, എൻ്റെ കുഞ്ഞായിരിക്കുമോ ആദ്യമായിട്ട് ഒരു പരീക്ഷണ വസ്തു പോലെ അവർ ചെയ്യാൻ നോക്കുന്നതെന്നൊക്കെ വിചാരിച്ച് എനിക്ക് ഒരു സാറ്റിസ്ഫൈഡ് അവിടുന്ന് ആവുന്നില്ല. അമ്മയ്ക്കും അതേപോലെ തന്നെ അവിടുന്ന് ചെയ്യണ്ടെന്ന് നമ്മളവിടുന്ന് തീരുമാനിച്ചു. ഹോസ്പിറ്റലിൽ വന്നപ്പോൾ തന്നെ നമ്മൾ പിന്നെ ഏത് ഹോസ്പിറ്റലിലാണ് കാണിക്കുക, ഇവിടുന്ന് നമുക്ക് സർജറി ചെയ്യാന്നുള്ളത് ഒരുപാട് പേരെടുത്ത് വിളിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോൾ ഒത്തിരി പേര് അങ്കമാലിയുണ്ട്, എറണാകുളം ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് ഒന്നും അവിടെ അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആവുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് തന്നെ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഗൂഗിളിൽ തന്നെ നമ്മൾ ഇന്ത്യയിൽ ബെസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഏതാന്ന് നോക്കിയപ്പോൾ അരവിന്ദ് ഐ ഹോസ്പിറ്റൽ എന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ നമുക്ക് തൊട്ടടുത്ത് എളുപ്പം ഏതാന്ന് നോക്കിയപ്പോൾ കോയമ്പത്തൂരാണ്. അപ്പോൾ നമ്മൾ കോയമ്പത്തൂർ അരവിന്ദ് ഐ ഹോസ്പിറ്റലിലേക്ക് പോകാന്നുള്ളത് നമ്മൾ ഫിക്സ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ യൂട്യൂബിൽ കണ്ട്. അപ്പോൾ അവിടെ ഒത്തിരി പിള്ളേർക്ക് ഡെയിലി അവിടെ സർജറി ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്കൊരു വിശ്വാസമായി അവിടെ തന്നെ പോകാമെന്ന്. പിന്നെ അവിടെ കുറേ വിളിച്ച് ചോദിക്കുകയും അതിനെപ്പറ്റി അറിയാവുന്നവരടുത്തൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ ബെസ്റ്റ് ഹോസ്പിറ്റലാണെന്ന് അവർ പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടെ ഫിക്സ് ചെയ്യാണ്ട ചെയ്തത്. എന്നിട്ട് നമ്മൾ കോൺട്രസ്റ്റിലുള്ള സർജൻ്റെ അടുത്ത് നമുക്ക് അവിടേക്കുള്ള റെഫറൻസ് ലെറ്റർ വാങ്ങിക്കണമല്ലോ. അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് പോയ സമയത്ത് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് ഇന്ന ദിവസം നമുക്ക് ഡേറ്റ് ഫിക്സ് ചെയ്യാം, ഇത്രയൊക്കെ ആവും എമൗണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു നമ്മൾ ഇവിടുന്ന് ചെയ്യുന്നില്ല, നമ്മൾ കോയമ്പത്തൂർ അരവിന്ദ് ഐ ഹോസ്പിറ്റലിലാണ് നമ്മൾ സർജറി ചെയ്യാൻ തീരുമാനിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് റെഫറൻസ് ലെറ്റർ നമുക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ അവിടുന്ന് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇനി ലേറ്റ് ആക്കരുത്. കാരണം ഇപ്പം തന്നെ ലേറ്റായി. ഇനി ലേറ്റായി കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ ഞരമ്പിനെ ബാധിച്ചു കഴിഞ്ഞാൽ കാഴ്ച കിട്ടില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ ഇന്ന് തന്നെ പോകാൻ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ പോകണമെന്ന് പറഞ്ഞു. അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ ഒരു കണ്ണിന് ലെൻസ് അടക്കം വെക്കാനായിട്ട് 45K ആണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പം അവിടെ ഒത്തിരി ഫെസിലിറ്റീസ് ഒന്നുമില്ല. നമ്മൾ കുറേ സ്കാനിങ് ഒക്കെ നമ്മൾ പുറത്തെ ലാബിൽ നിന്നാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് ലെറ്റർ വാങ്ങിച്ചു. പിറ്റേന്ന് വെളുപ്പാങ്കാലത്ത് തന്നെ നമ്മൾ അങ്ങോട്ടേക്ക് കോയമ്പത്തൂരിലോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് വന്നതെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അതിന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കുന്നത് നമ്മുടെ കോഴിക്കോടുള്ള ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലാണ് കേട്ടോ കൊടുത്തത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരാഴ്ചയെങ്കിലും എടുക്കും. അപ്പോൾ അത്രയും സമയം നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ കുഞ്ഞിന് എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ പിറ്റേന്ന് തന്നെ പോയി. അപ്പോൾ ഞങ്ങൾക്കറിയാം അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിറ്റേന്ന് തന്നെ സർജറി എന്തായാലും ഉണ്ടാവും, നമുക്ക് നന്നായിട്ടറിയാം. അപ്പോൾ അതെല്ലാ സെറ്റപ്പോട് കൂടിയാണ് പോയിട്ടുള്ളത്. ഒന്നാമത് തമിഴ്നാടാണ്, മൊത്തം തമിഴാണ്. അപ്പോൾ നമ്മളെന്താണ് വിചാരിച്ചിരിക്കുന്നത്, സിനിമയുള്ള തമിഴായിരിക്കും, അവിടെയുള്ള തമിഴെന്നും പറഞ്ഞാണ് പോകുന്നത്. കാരണം നമ്മൾ തമിഴ് സിനിമ ഒക്കെ കാണുന്നതുകൊണ്ട് നമുക്ക് തമിഴ് അത്യാവശ്യം നല്ല വശമുണ്ട് എന്നാണ് ഞാനും ചേച്ചിയൊക്കെ വിചാരിച്ച് വെച്ചേക്കുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് വേറെ ഏതോ ഒരു തമിഴാണ്. നമ്മൾ പറയുന്ന തമിഴൊന്നും അവർക്ക് സത്യത്തിൽ മനസ്സിലാവുന്നില്ല. പിന്നെ അതല്ല, കോയമ്പത്തൂർ ആയതുകൊണ്ട് തന്നെ അവിടെ അധികം മലയാളീസ് വരുന്നതുകൊണ്ട് അവിടെയുള്ള നേഴ്സുമാർക്ക് അത്യാവശ്യം തമിഴ് അറിയാം. പിന്നെയും
തമിഴ് അറിയാത്തത് അവിടെ ഡോക്ടേഴ്സിനാണ് കേട്ടോ. പക്ഷെ നേഴ്സുമാർ നമ്മളെ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ അവർ ഡോക്ടേഴ്സിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ പോലും അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചും നമ്മൾ അവിടെയുള്ള സർജറി റൂമിലുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെയാണ് കേട്ടോ നമ്മൾ പറയാൻ പോകുന്നത്. കാരണം എനിക്ക് പേടിയായിരുന്നു ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറാനായിട്ട്. കാരണം മൊത്തം തമിഴായിരിക്കും, അവിടെയുള്ള ഡോക്ടേഴ്സ് മൊത്തം തമിഴായിരിക്കും. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒന്നും അറിയത്തില്ല, എന്താ അവസ്ഥ ഒന്നും അറിയത്തില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് അതുപോലെ ഒരു അവസ്ഥ വരരുത്. അപ്പോൾ അതിനെ മുൻകൂട്ടി ഞാൻ നിങ്ങൾക്ക് അവിടുത്തെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ വേറെ ടെൻഷനൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആർക്കെങ്കിലുമൊക്കെ ഷെയർ ആക്കി കൊടുക്കുക. കാരണം അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയുടെ കുഞ്ഞുങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക കേട്ടോ. അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് ഇത് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഹോസ്പിറ്റലിനെ കുറിച്ച് നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ വെച്ച് കാണും വരെ ബൈ ബൈ.